നമസ്കാരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മഴയ്ക്കായുള്ള കാത്തിരിപ്പിനിടയിലും പാലക്കാട് ജില്ല കഠിനമായ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സംസ്ഥാനത്ത് ഇന്നും ഏപ്രിൽ 26-നും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മഴയുടെ സൂചനകൾക്കിടയിലും പാലക്കാട് ജില്ല കഠിനമായ വേനൽ ചൂടിൽ വെന്തുരുക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ ദിവസം ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 41.1 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില ഉയർന്നതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജില്ലയിൽ ചൂട് 40 ഡിഗ്രിക്ക് മുകളിലായി തുടരുകയാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് മലമ്പുഴ ഡാം പരിസരത്താണ്. ഇവിടെ ബുധനാഴ്ച 41.1 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മലമ്പുഴ മേഖലയിൽ 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് സ്ഥിരമായി തുടരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ചൂട് കഠിനമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ സുരക്ഷാ മുന്നറിയിപ്പുകൾ അധികൃതർ ശക്തമാക്കിയിട്ടുണ്ട്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നുമാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്. ശക്തമായ കാറ്റിനും ഇടിമിന്നലും സാധ്യത ഉള്ളതുകൊണ്ട് മഴയുള്ള സമയങ്ങളിൽ സുരക്ഷിതമായ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറുവാനും ശ്രദ്ധിക്കണം. ഇതിനിടെ വണ്ടൂരിൽ 4 വയസ്സുകാരിക്ക് സൂര്യതാപം ഏറ്റിരിക്കുകയാണ്. ഇസാ ജോണിയാണ് പൊള്ളലേറ്റത്. മുറ്റത്ത് കളിക്കുമ്പോഴായിരുന്നു കുട്ടിക്ക് സൂര്യതാപം ഏറ്റിരിക്കുന്നത്. വയറിനും കൈകൾക്കും പൊള്ളലേറ്റ കുട്ടി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുകയും സാധാരണ താപനിലയേക്കാൾ 4.5 ഡിഗ്രിയിലധികം താപനില വ്യതിയാനം രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. ജില്ലകളിലും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ വ്യാഴാഴ്ച പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഓടുമേഞ്ഞ 2 മുറി വീട് നിലം പൊത്തി. വെള്ളാപ്പള്ളി പള്ളിയുടെ സമീപം ചുള്ളിക്കൽ വീട്ടിൽ സാജൻ സണ്ണിയുടെ വീടാണ് തകർന്നു വീണത്. സാജന്റെ ഭാര്യ 35-കാരിയായ നിജിതയുടെ തലയിൽ ഓട് തുളച്ചു കയറി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിജിതയുടെ തലയിൽ 8 തുന്നിക്കെട്ടാണുള്ളത്. വീട്ടിൽ കിടന്നുറങ്ങിയ 47-കാരനായ സാജനും ഇളയ മകനായ 12-കാരൻ അനിലും മേൽക്കൂരയിൽ നിന്ന് ഓടുകൾ വീഴുവാൻ തുടങ്ങിയപ്പോൾ പുറത്തേക്ക് ഓടിയതുകൊണ്ട് തന്നെ അപകടം സംഭവിച്ചിട്ടില്ല. നിജിതയുടെ തലയിൽ ഓട് പതിക്കുകയായിരുന്നു. ഇവരുടെ മൂത്ത മകൻ അപ്പു ബന്ധുവീട്ടിലായിരുന്നു. 30 വർഷം പഴക്കമുള്ള വീടാണിത്. ഓടിനൊപ്പം മേൽക്കൂര വീണത് ഈ വീട്ടുപകരണങ്ങളുടെ പുറത്താണ്. കസേര, മേശ, പാത്രങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ നശിച്ചു. വാർക്കപ്പണി തൊഴിലാളിയായ സാജനും കുടുംബവും ഇപ്പോൾ താമസിക്കുവാനായി ഇടം തേടുകയാണ്.